കൊണ്ടുപോയി കൊടുത്തു. അപ്പം ഒരു വിളിക്കാനൊക്കെ അങ്ങനെ വന്നതാണ് ഇവിടെ. ഇവിടെ വന്നപ്പോൾ കുറച്ച് സമയത്ത് തന്നെ ഇവിടെ തന്നെ വിളി വന്നു, ഇങ്ങനെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ല, എന്തായാലും കിട്ടുന്നവരെന്നാണ് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊടുത്തു. പിറ്റേ ദിവസം തൊട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞിട്ടൊരു ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് കോഴ്സിനോടൊരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നോ? ഇല്ല, കോഴ്സിനോട് അങ്ങനെ ഇന്റേൺഷിപ്പ് ഉണ്ടായിട്ടില്ല. നമ്മളിന്റെ സെപ്പറേറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് ഇന്റേൺഷിപ്പ്. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് ചെയ്തത് അപേക്ഷിച്ച് നോക്കുമ്പോ നിങ്ങൾ ഇന്റേൺഷിപ്പില് അറ്റംപ്റ്റ് ചെയ്ത കാര്യങ്ങളെ വെച്ചിട്ട് നോക്കുമ്പോ കോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇന്റേൺഷിപ്പിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയോ? കോഴ്സിൽ വെച്ച് നോക്കിയാൽ പറ്റുമോ? കോഴ്സ് വെച്ച് നോക്കുമ്പോ കുറെ കാര്യങ്ങളോടെ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഇവിടെ വന്നിട്ട്? എക്സ്പോർട്ടിന്റെ കാര്യങ്ങൾ അത്യാവശ്യം, പിന്നെ ട്രാൻസ്ഫർ ഉണ്ട്, പിന്നെ കണ്ടെയ്നർ മൂവ്മെന്റ്, പിന്നെ ഇൻവോയ്സ് കഴിഞ്ഞ ഇതിന്റെയൊക്കെ നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഇപ്പൊ സ്വയം തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഓക്കെ, ഇതിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ വെച്ചിട്ടില്ലേ? കാര്യം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലി ഈ പറഞ്ഞ കാര്യങ്ങള് ചെയ്യാതെ കുറച്ചാളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് വിട്ടുപോകരുത്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ വിട്ടുപോകുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട്സ് ആ പ്രോപ്പർ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് എവിടെ ജോലിക്ക് പോയിരുന്നാലും ആ പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം എത്ര BL സ്വന്തമായിട്ട് ചെയ്തു എന്നുള്ള ധാരണയുണ്ടോ? നാലെണ്ണം BL ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അല്ലേ? എക്സ്പോർട്ടും ട്രാൻസ്ഷിപ്മെന്റ്, ഇമ്പോർട്ട്, ഡിസ്ചാർജ്, ഇമ്പോർട്ടിന്റെ എന്നാലും അവരുടെ ഒരു ദിവസം എല്ലാവരും കൂടിയിട്ട് 7 ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് മിസ്റ്റേക്ക് കണ്ടെയ്നർ വരുമ്പോൾ കുറെ ടൈം വരുമ്പോ ഒരു കുറവായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പൊതുവെ ഇപ്പോ എക്സ്പോർട്ട് BL കൂടി പോയി, ഇമ്പോർട്ട് BL കൂടി പോയി അല്ലേ? പിന്നെ മൂവ്മെന്റ് അപ്ഡേറ്റ്സ് കണ്ടെയ്നർ മൂവ്മെന്റ് അപ്ഡേറ്റ്സ്, പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഇൻവോയ്സിംഗിന്റെ കേസ്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ലേ ഒരിക്കലും? ഓക്കെ, അപ്പൊ പൊതുവെ എങ്ങനെയുണ്ടായിരുന്നു ആ ട്രെയിനിങ് പ്രോസസ്? കോഴ്സ് കഴിഞ്ഞതും ഈ ട്രെയിനിങ് കഴിഞ്ഞതായിട്ടുള്ള ഒരു അനുഭവം? കോഴ്സ് കഴിഞ്ഞപ്പോൾ ഉള്ള കോൺഫിഡൻസും ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഉള്ള കോൺഫിഡൻസും? ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു എന്തെങ്കിലും അറിയാവുന്ന വർക്ക് ചെയ്യാറ് ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് റെഡി ആവുന്നതിന് അത്യാവശ്യം വർക്ക് ചെയ്ത്. നിങ്ങളിവിടെ കോഴ്സ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തന്നിരുന്നോ? എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നല്ലോ? എല്ലാവരും അത്യാവശ്യം നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൂടെ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.